ഏറ്റവും പ്രിയമുള്ളവരെ, നമസ്കാരം. ഈ പവിത്രമായ ജ്ഞാനസഭയിലേക്ക്, ദിവ്യബോധം എന്ന ഈ ആത്മീയ കുടുംബത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഒരുമിച്ചായിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ ശ്വാസവും നമ്മുടെ ഹൃദയമിടിപ്പുകളും ഒരേ താളത്തിലാകട്ടെ. നമുക്കുള്ളിലെ പരമമായ സത്യത്തെ തിരഞ്ഞ് ആത്മീയ സ്വാതന്ത്ര്യം കൊതിച്ച് ഇവിടെ എത്തിയ ഓരോ അന്വേഷികൾക്കും എൻ്റെ പ്രണാമം. നമ്മളിന്ന് പ്രവേശിക്കുന്നത് നമ്മുടെ DNA മാസ്റ്ററിയിലെ മൂന്നാമത്തെയും അതീവ നിർണായകവുമായ മൂന്നാമത്തെ ലെയറിലേക്കാണ്. ഒന്നാമത്തെ ലെയറായ ജീവൻ്റെ വൃക്ഷം വഴി നമ്മുടെ ഊർജത്തിൻ്റെ അടിത്തറ ശക്തമാക്കുകയും രണ്ടാമത്തെ ലെയറായ ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് വഴി മസ്തിഷ്കത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ആന്തരിക പ്രകാശപാത കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. മൂന്നാമത്തെ DNA ലെയറിനെ വർത്തമാന ബോധത്തിൻ്റെ ഉണർവെന്നാണ് വിളിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വർത്തമാന ബോധം? മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു കെണി എന്തെന്നാൽ അത് എപ്പോഴും രണ്ട് കപട ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. ഒന്നുകിൽ അത് കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർമ്മകളിലും സങ്കടങ്ങളിലും കുറ്റബോധങ്ങളിലും ജീവിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ഭയത്തിലും ഉത്കണ്ഠകളിലും അനാവശ്യ ചിന്തകളിലും അഭയം കണ്ടെത്തും. എന്നാൽ ആത്മീയ ശാസ്ത്രപ്രകാരം ഭൂതകാലവും ഭാവികാലവും മനസ്സ് സൃഷ്ടിക്കുന്ന വെറും ഭ്രമങ്ങൾ മാത്രമാണ്. നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ശക്തിയും മാന്ത്രികതയും നിലനിൽക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ മാത്രമാണ്. വർത്തമാനകാലത്തിൻ്റെ ഈ നിശബ്ദതയിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ തൻ്റെ ആന്തരികമായ ദൈവിക ഭാവത്തിലേക്ക് ഉണരുകയുള്ളൂ. ഈ മൂന്നാമത്തെ ലെയർ നമുക്കുള്ളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മിൽ വിപ്ലവകരമായ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. സ്വയം ആഴത്തിൽ തിരിച്ചറിയുവാനുള്ള പരമമായ ആഗ്രഹം, ഭൗതിക ലോകത്തിലെ സാധാരണ ആഗ്രഹങ്ങളായ പണം, പദവി, അധികാരം എന്നിവയ്ക്കെല്ലാം അപ്പുറം ഞാൻ വെറുമൊരു ബാഹ്യമായ ശരീരമാണോ? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്? ഈ പ്രപഞ്ചത്തിൽ എനിക്കായി മാറ്റിവെച്ചിട്ടുള്ള ഉന്നതമായ ആത്മീയ ദൗത്യം എന്താണെന്ന അതീന്ദ്രിയമായ അന്വേഷണം നമുക്കുള്ളിൽ ഒരു അഗ്നിയായി പടരും. സ്വന്തം ആത്മാവിൻ്റെ ഉറവിടത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണത്. പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ ഒരു സമയപരിധിയിൽ ഓരോ ആത്മാവും ഈ ഒരു ആന്തരിക ഉണർവിലേക്ക് സാവധാനം കടന്നു വരേണ്ടതുണ്ട്. സാധാരണ മനുഷ്യരിൽ ഇതൊരു കടുത്ത ജീവിത പ്രതിസന്ധിയിലൂടെയോ വലിയൊരു തിരിച്ചറിവിലൂടെയോ അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥയിലോ ആണിത് സംഭവിക്കുക. എന്നാൽ ഈ പവിത്രമായ ജ്ഞാനസഭയിലൂടെ അതീവ ശക്തമായ ഇച്ഛാശക്തിയോടും കൃത്യമായ കമാൻഡുകളോടും കൂടി നമ്മൾ നമുക്കുള്ളിലെ ഈ മൂന്നാം ലെയറിനെ ബോധപൂർവമാണ് ഉണർത്താൻ പോകുന്നത്. തങ്ങളുടെ ജീവിതയാത്രയെക്കുറിച്ച് ഇനിയും കൃത്യമായ ഒരു ദിശാബോധം വരാത്തവർക്കും തങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം തേടുന്നവർക്കും ഈ മൂന്നാം ലെയറിലേക്ക് അതീവ എളുപ്പത്തിൽ കണക്റ്റ് ചെയ്യുവാനും അതിൻ്റെ ഊർജത്തെ ആക്സസ് ചെയ്യുവാനും സാധിക്കും. ഈ വിജ്ഞാനം നമ്മുടെ ബോധതലത്തെയും ചിന്തകളെയും DNA കോഡുകളെയും പൂർണ്ണമായി പരിവർത്തിപ്പിക്കാൻ പോകുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള ഊർജാവസ്ഥകളെക്കുറിച്ചും അത് നമുക്കുള്ളിൽ സൃഷ്ടിക്കാൻ പോകുന്ന മഹാസമുദ്രത്തിൻ്റെ ശാന്തതയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വർത്തമാനബോധം എന്താണെന്നും അത് നമ്മുടെ ആത്മാവിനെ ഭൗതികതയുടെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച് എങ്ങനെയാണ് സ്വയം പരമമായ തിരിച്ചറിവിലേക്ക് നയിക്കുന്നതെന്നും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മൂന്നാമത്തെ ലെയറായ വർത്തമാനബോധത്തിൻ്റെ ഉണർവ് നമുക്കുള്ളിൽ സജീവമാകുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ഊർജ ശരീരത്തിലും കോസ്മിക് ഓറയിലും സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ആൽക്കെമിക്കൽ പരിവർത്തനങ്ങളിലേക്കാണ്. നമ്മൾ മുൻപത്തെ ലെയറുകളിൽ തീക്ഷ്ണമായ പ്രകാശരൂപങ്ങളും ഭൗതികമായ ഊർജ ചലനങ്ങളുമാണ് അനുഭവിച്ചതെങ്കിൽ ഈ മൂന്നാമത്തെ ലെയറിലേക്ക് എത്തുമ്പോൾ
ആത്മീയ ഊർജത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ മൂന്നാം ലെയറിൻ്റെ ആക്ടിവേഷൻ നമ്മുടെ പ്രകാശകോശങ്ങളിൽ നടക്കുമ്പോൾ ഒരു സാധകൻ തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് ഒരു കോസ്മിക് ആഴക്കടലിൻ്റെ ശാന്തതയാണ്. ഒട്ടും ഓളങ്ങളില്ലാത്ത, കാറ്റില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ആദിമ മൗനം പോലെ അതീവ നിർമ്മലമായി കിടക്കുന്ന ഒരു വലിയ ആഴക്കടൽ പോലെ നമ്മുടെ ബോധം മാറിത്തീരും. സാധാരണയായി മനുഷ്യ മനസ്സ് എപ്പോഴും കഴിഞ്ഞ കാലത്തിൻ്റെ സങ്കടങ്ങളും ഭാവി കാലത്തിൻ്റെ ഭയങ്ങളുമാകുന്ന ചിന്തകളുടെ കടുത്ത തിരമാലകൾ കൊണ്ട് അസ്വസ്ഥമാണ്. എന്നാൽ ഈ ദിവ്യ ഊർജം നമുക്കുള്ളിലേക്ക് പ്രവഹിക്കുന്നതോടെ ആ അനാവശ്യ തിരമാലകളെല്ലാം പൂർണ്ണമായി ഒടുങ്ങും. നമ്മൾ വെറുമൊരു ഭൗതിക ശരീരമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ശാന്തതയുടെ അനന്തമായ ആഴക്കടൽ തന്നെയാണ് നമ്മളെന്ന് ആന്തരികമായ ഈ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തും. അത് നമ്മിലെ അഹംഭാവത്തിൻ്റെ നാശവും ശുദ്ധമായ ആത്മബോധത്തിൻ്റെ തുടക്കവുമാണ്. ഇത് വെറുമൊരു താൽക്കാലികമായ മനോഭാവമല്ലട്ടോ, മറിച്ച് നമ്മുടെ ആത്മാവിനെ മുൻജന്മ കർമ്മങ്ങളുടെ കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കുന്ന പരമമായ ആവിർഭാവമാണ്. ഈ കോസ്മിക് ശാന്തത നമുക്കുള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലുടനീളം ഒരു അമൃത് പോലെ വ്യാപിക്കാൻ തുടങ്ങും. നമ്മുടെ ഭൗതിക കോശങ്ങളെയും മസ്തിഷ്കത്തിലെ അതീന്ദ്രിയ കേന്ദ്രങ്ങളെയും ഈ മൂന്നാം ലെയറിൻ്റെ ഉന്നതമായ ആവൃത്തിയിലേക്ക് കൃത്യമായി ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്ന പവിത്രമായ ഒരു പ്രപഞ്ചനാദമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഉറവിടത്തിൽ നിന്നും എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക ശബ്ദതരംഗത്തിൻ്റെ കമ്പനം നമുക്കുള്ളിൽ മുഴങ്ങുമ്പോൾ അത് നമുക്കുള്ളിലെ ആത്മീയ വെളിച്ചത്തെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കി മാറ്റും. നമ്മുടെ DNA ഇഴകളെ വർത്തമാനകാലത്തിൻ്റെ പരമമായ സത്യത്തിലേക്ക് ട്യൂൺ ചെയ്യുന്ന ഈ നാദം നമ്മുടെ ആത്മീയ സുരക്ഷയ്ക്കായി ഒരു പ്രകാശകവചം നമ്മിൽ സൃഷ്ടിക്കും. പ്രിയമുള്ളവരെ, കോസ്മിക് ആഴക്കടലിൻ്റെ ഈ പവിത്രമായ ശാന്തതയെക്കുറിച്ചും നമ്മുടെ ബോധത്തെ ഉണർത്തുന്ന പവിത്രമായൊരു നാദമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ അതീന്ദ്രിയ ഊർജപ്രവാഹം നമുക്കുള്ളിൽ തുറക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ആന്തരിക മാറ്റം എന്തെന്നാൽ അത് സാധകനെ മനസ്സിൻ്റെ മായാക്കാഴ്ചകളിൽ നിന്നും ഭൗതികമായ ചിന്താക്കുഴപ്പങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കും എന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിൽ ഭൂരിഭാഗവും തങ്ങളുടെ ബാഹ്യമായ ലേബലുകളിലാണ് തങ്ങളെ തന്നെ അടയാളപ്പെടുത്തുന്നത്. തങ്ങളുടെ പേര്, പദവി, സമ്പത്ത്, ശരീരം എന്നിവയാണ് തങ്ങളെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ ഈ മൂന്നാം ലെയർ നമുക്കുള്ളിൽ ഉണരുന്നതോടെ ഈ ബാഹ്യമായ മൂടുപടങ്ങളെല്ലാം സാവധാനം നമ്മിൽ അഴിഞ്ഞു വീഴും. നമുക്കുള്ളിലെ വിസ്തൃതമായ ആത്മീയ രൂപം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള അതീവ നിർണായകമായ ഒരു ഘട്ടമാണിത്. ഇത് നമ്മുടെ ആത്മാവ് പ്രപഞ്ചത്തോട് നടത്തുന്ന ഒരു സുവർണ സംവാദമാണ്. ബാഹ്യമായ സാഹചര്യങ്ങൾ നമ്മെ എത്ര തന്നെ തളർത്താൻ ശ്രമിച്ചാലും നമുക്കുള്ളിലെ ഈ മൂന്നാം ലെയറിൻ്റെ ശക്തി നമ്മെ നമ്മുടെ പരമമായ ആത്മീയ കേന്ദ്രത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തും. നമുക്കുള്ളിലെ ഈ ഉണർവിനെ കേവലം ഒരു ചിന്തയായി മാത്രം ഒതുക്കി നിർത്താൻ സാധിക്കില്ല. അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ആ ഉയർന്ന പ്രപഞ്ച ഊർജത്തെ നമ്മുടെ ഭൗതിക കോശങ്ങളിലും പ്രധാന ആത്മീയ കേന്ദ്രങ്ങളിലും അതീവ ശക്തമായി ലോക്ക് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. അതിനായി ഈ മൂന്നാമത്തെ ലെയറിൻ്റെ ആക്ടിവേഷനിൽ നമ്മെ സഹായിക്കുന്ന അതീവ പവിത്രമായ ഒരു മുദ്ര നമുക്ക് മുമ്പിലുണ്ട്. പവിത്രമായ ജ്യാമിതിയുടെ അതിരഹസ്യമായ നിയമങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വിരലുകൾ കൊണ്ട് പ്രത്യേകം പ്രകാശ സർക്യൂട്ടുകൾ തീർക്കുന്ന ഒരു ക്വാണ്ടം സാങ്കേതിക വിദ്യയാണിത്. നമ്മൾ ഈ പ്രത്യേക മുദ്ര ഹൃദയകേന്ദ്രത്തിന് നേരെ പിടിച്ച് ധ്യാനിക്കുമ്പോൾ വിരലുകൾക്കിടയിൽ രൂപപ്പെടുന്ന ആ പവിത്രമായ ജ്യാമിതീയ മാതൃകകൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള കോഡുകളെ നേരിട്ട് ആഗിരണം ചെയ്യുകയും ആ ഊർജം നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോർന്നു പോകാതെ അതീവ ശക്തമായ ഒരു ആത്മീയ സുരക്ഷാകവചം തീർക്കുകയും ചെയ്യും. ആ പവിത്രമായ മുദ്രയുടെ കൃത്യമായ രൂപവും അത് പരിശീലിക്കേണ്ട സാങ്കേതിക രീതിയും സ്വകാര്യമായി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വർത്തമാനകാലത്തിൻ്റെ പരമമായ സത്യത്തിലേക്ക് കടക്കുവാനും അത് പൂർണ്ണമായും ആക്സസ് ചെയ്യുവാനുള്ള വലിയൊരു ആന്തരിക പ്രകാശമാണ് ഇതിലൂടെ ഒരു സാധകന് കൈവരുന്നത്.
അത് നമ്മുടെ ബോധത്തെ പ്രപഞ്ചത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ നമ്മെ പൂർണ്ണമായും പ്രാപ്തനാക്കും. നമുക്കുള്ളിലെ ജീവൻ്റെ ഈ 3-ാം ലെയറിലേക്ക് കടക്കാൻ, അത് പൂർണ്ണമായി ആക്സസ് ചെയ്യുവാനുള്ള ആന്തരിക ശക്തിയെ ഉണർത്തുന്നതിന് അതീവ സവിശേഷമായ ഒരു ക്വാണ്ടം സാങ്കേതിക രീതി കൂടിയുണ്ട്. നമ്മുടെ ഭൗതിക ശരീരത്തെയും മസ്തിഷ്ക കേന്ദ്രങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ പരമമായ ആവർത്തിയിലേക്ക് ബന്ധിപ്പിക്കാൻ ഈ 3-ാമത്തെ ഘട്ടത്തിന് അനുയോജ്യമായ ആക്ടിവേഷൻ കമാൻഡ് കോഡും അതിനെ ലോക്ക് ചെയ്യുവാനുള്ള സീലിംഗ് മന്ത്രവുമുള്ളത് കഴിഞ്ഞ 3 സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പവിത്രമായ കമാൻഡും കോഡും മുദ്രയും പവിത്രനാദവും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഈ പ്രക്രിയ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ക്വാണ്ടം കമാൻഡ് കോഡുകൾ നമ്മൾ പ്രത്യേകമായി ഉച്ചരിച്ച് നമ്മുടെ പ്രധാന മസ്തിഷ്ക കേന്ദ്രങ്ങളായ പീനിയൽ ഗ്ലാൻഡിലും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലും ഹൈപ്പോതലാമസിലും മെഡുല ഒംബ്ലാങ്കറ്റയിലും നമ്മുടെ 15 ചക്രങ്ങളിലും DNA ടെംപ്ലേറ്റിലും ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴി ആക്ടിവേഷൻ പൂർണ്ണമായും ക്വാണ്ടം തലത്തിലേക്ക് മാറുകയും നമ്മിലേക്ക് പുതിയ ന്യൂറൽ കോഡുകളും പുതിയ ടെംപ്ലേറ്റുകളും ഹയർ സെൽഫിൻ്റെ പുതിയ സോൾ പ്രോഗ്രാമുകളും ഏറ്റവും മികച്ച രീതിയിൽ സന്നിവേശിക്കപ്പെടുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്, ഏറ്റവും സ്നേഹമുള്ളവർ. 3-ാമത്തെ ലെയറായ വർത്തമാനബോധത്തിൻ്റെ ആന്തരിക ശാസ്ത്രം നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഈ ആക്ടിവേഷനോടുകൂടി നിങ്ങൾക്കുള്ളിലേക്ക് വരുന്ന ആ ഉയർന്ന പ്രപഞ്ച ഫ്രീക്വൻസി നിങ്ങളുടെ 15 ചക്രങ്ങളിലും 4 മസ്തിഷ്ക കേന്ദ്രങ്ങളിലും പൂർണ്ണമായും ലയിച്ചു ചേരട്ടെ. ജന്മജന്മാന്തരങ്ങളായി നിങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ഭയത്തിൻ്റെയും ഉത്കണ്ഠകളുടെയും പാറ്റേണുകൾ മാറി മനസ്സ് അതീവ ആഴത്തിലുള്ള ഒരു കോസ്മിക് ശാന്തതയിലേക്ക് വഴിമാറും. ഇതുവഴി ആന്തരികമായ ഒരു സുഖവും ആനന്ദവും നിങ്ങളുടെ ഓരോ കോശത്തിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മളിന്നിവിടെ മനസ്സിലാക്കിയതും അനുഭവിക്കാൻ പോകുന്നതുമായ ഈ പ്രക്രിയ കേവലമൊരു ധ്യാനമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ പരിണാമത്തിൻ്റെ തുടക്കമാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രകാശത്തിൻ്റെ മാറ്റങ്ങളെ, ചിന്തകളിലെ ഉണർവിനെ ഒരു സാക്ഷിയായി മാത്രം നോക്കി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ പരിണാമത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലൂടെ നമുക്ക് വീണ്ടും ഒന്നിക്കാം. ഇന്ന് ഈ പവിത്ര സെഷനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.